ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ് ക്ലേ ആണ്. ഈ മോൾഡിറ്റ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എയർ ഡ്രൈ ക്ലേ എടുത്താലും മതി കേട്ടോ. ഇത് 2 കോമ്പൗണ്ട്സ് ഉണ്ടാവും. ഇത് രണ്ടും കൂടി ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് ഈ രീതിയിൽ കിട്ടും. അതിൽ നിന്നൊരു കുറച്ച് പോർഷൻ എടുത്തിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കണം. ഈ പരത്തി എടുക്കുന്ന സർഫസിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് പൗഡർ എങ്ങാനും ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുക. കുറച്ച് തിക്നെസ്സിലായിരിക്കണം പരത്തി എടുക്കേണ്ടത്. അതിനുശേഷം ഈ ഒരു ഷേപ്പിൽ, ഒരു കട്ടിംഗ് ബോർഡിൻ്റെയൊക്കെ ഒരു ഷേപ്പ് പോലത്തെ ഒരു ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കൈ കൊണ്ട് അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് സ്മൂത്താക്കി കൊടുത്ത് ടോപ്പിൽ ഞാൻ ഒരു ഹോൾ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ബാക്കി വന്ന ക്ലേയിൽ ഇതേ കൈ കൊണ്ട് കുട്ടിയായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് സെൻറ്ററിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഡ്രൈ ആവാനായിട്ട് വയ്ക്കും. ഇതേപോലെ ഞാൻ 6 പീസസാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഒന്ന് ഡ്രൈ ആവാനായിട്ട് വയ്ക്കും. ഡ്രൈ ആയതിനു ശേഷം നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഡോണറ്റ്സ് പോലില്ലേ. ഇനി ഇതെല്ലാം തന്നെ ആ ഉഡൻ പ്ലേറ്റിൽ നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. ഞാനൊരു ഫ്ലെക്സ് ക്യൂക്കാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മിനിയേച്ചർ ഡോണറ്റ് പ്ലാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു മാഗ്നറ്റും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജ് മാഗ്നറ്റായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ മിനിയേച്ചർ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമാണോ എങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയണേ. നമ്മുടെ ഡോണറ്റ് പ്ലാറ്റർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കല്ലേ.